പ്രതീക്ഷയേക്കാൾ കൂടുതൽ ഒരു വലിയൊരു വിജയമാണ് കിട്ടിയിരിക്കുന്നത്. ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയ വിശ്വാസം അത് ശരിക്ക് ഹൃദയത്തിനെ നിറയിക്കുന്ന ഒരു വാർത്തയാണ്. അതിൻ്റെ ഒപ്പം ജനങ്ങളുടെ ഒരു സ്പഷ്ടമായ സന്ദേശമായിരുന്നു. അവർ തീരുമാനിച്ചു ഒരു മാറ്റത്തിൻ്റെ ഒരു സമയമായി, ഒരു ചെറിയ മാറ്റമല്ല, ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു സമയമായി. അതാണ് ഞങ്ങൾ കാണുന്നത്. നമ്മൾ എന്തായാലും ഭരണത്തിൽ വരുമ്പോൾ ഇതിനെ കേരളത്തിൻ്റെ ഭാവിയെ മാറ്റുന്ന ഒരു ഭരണമാക്കണമാണ് എൻ്റെ ആഗ്രഹം. മാത്രമല്ല എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. നമ്മൾ ആരാണ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് അതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അറിയുള്ളൂ. പക്ഷെ അതിൽ വരുമ്പോൾ എൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, എൻ്റെ പൂർണ്ണ വിശ്വാസമാണ് ഇത് ഒരു മാറ്റത്തിന് വേണ്ടി, ഒരു പരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന ഒരു സർക്കാരായിരിക്കും. പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നും ഒരു ആന്റി ഇൻകംബൻസിയുടെ ഒരു സംശയമില്ല. ജനങ്ങൾ ഈ 10 വർഷക്കാലം കണ്ട ദുർഭരണം, ഈ 10 വർഷക്കാലം കണ്ട ഓരോ തെറ്റുകൾ, അഴിമതി, പ്രശ്നങ്ങളൊക്കെ കണ്ട ശേഷം അവർക്ക് ഇതോടെ മതിയായത് ഞങ്ങൾക്ക് നേരത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. പ്രചരണത്തിലും കണ്ട് സംസാരിച്ചൊരു കാര്യമാണ്. അതിനൊപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സന്ദേശം, ഞങ്ങളൊരു പുതിയ രീതിയിൽ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ തന്നെ എന്തായിരുന്നു, കേരളത്തിൽ ഒരു സംശയവും വേണ്ട, നമ്മളൊരു ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്. കടത്തിൽ മുങ്ങിയ ഒരു സംസ്ഥാന സർക്കാരാണ് നമ്മൾ എത്ര കാലമാണ് ഗൾഫിൽ പ്രവർത്തിക്കുന്ന മലയാളികളുടെ റെമിറ്റൻസസും ഈ കള്ള് വിറ്റിട്ട്, എക്സൈസ്, ലോട്ടറി വിറ്റിട്ട് കാശുണ്ടാക്കിയിട്ട് സർക്കാർ നയിക്കുന്നത് ശരിയാണോ? അവര് ഓണം സമയമാകുമ്പോഴേക്കും അവർ കടം വീണ്ടും കൊടുക്കുകയെ. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് എന്തായിരിക്കും ഭാവി? നമ്മുടെ കേരളത്തിൽ യുവ മലയാളികളൊക്കെ വിട്ടിട്ട് പോകുന്നു അന്യ സംസ്ഥാനങ്ങൾക്കും അന്യ നാട്ടിലും. കാരണം കേരളത്തിൽ അവസരം കാണുന്നില്ല. ഞങ്ങളെ അവസരങ്ങൾ കൊണ്ടുവരാൻ ഡിറ്റർമിൻഡ് ആണെന്ന് പറഞ്ഞൊരു സന്ദേശം ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ ശരിക്കും ഒരു മാറ്റമാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരു UPA സർക്കാർ, ശ്രീ മൻമോഹൻ സിംഗ് സർക്കാരിൽ പ്രവർത്തിച്ച ഒരു നേതാവിനോട് പറയാൻ, ഇത് നമ്മളുടെ ഒരു 1991 മൂവ്മെന്റാണ്. ഇന്ത്യയിൽ 1991 മാറ്റം കൊണ്ടുവന്ന പോലെ 2026 UDF മാറ്റം കൊണ്ടുവരുന്നതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. വേറൊന്നുമില്ലല്ലോ. താങ്ക്സ്.